ഒരാളെ തൂക്കി 5 പേരെ കൂടെ തൂക്കാണ്. 3 പേരെ തൂക്കി. കാർത്തിക് സൂര്യയുടെ കാവടി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സികളൊക്കെ ഇങ്ങനെ നടന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതായത് പറവക്കാവടി കാണാൻ പോയപ്പോൾ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടേക്കണ കണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ നോക്കിയ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്തും ഇങ്ങനെ പറവക്കാവടി, അതായത് ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പ് കാവടികൾ ഉണ്ടല്ലോ, അപ്പൊ അതേപോലത്തെ ടൈപ്പ് കാര്യങ്ങളാണ് പുള്ളി അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ ഇതിനൊക്കെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞേക്കെ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിനോടോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിനോടോ ഒരു റിലീജിയനോടോ അങ്ങനെ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇന്ന് മൺവിളയിലെ കാവടിയാണ്. മൺവിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാര്യത്തിനടുത്ത് ഇളംകുളം ഞാൻ മറ്റേ ഗോശാല കൃഷ്ണക്കുള്ള അമ്പലത്തിലെ അവിടെ നിന്നാണ് ഇവിടുത്തെ കാവടി പോകുന്നത്. അപ്പൊ ഇന്ന് ദീപാരാൻ അവിടെ തൊഴുതിട്ട് കുറച്ച് കാവടികളും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഇവിടെ ഇപ്രാവശ്യം പറവക്കാവടി ഒന്നുമില്ല, ഉള്ളൂരും ഉണ്ട്, പക്ഷേ മൺവിളയുണ്ട്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പുള്ളിക്കാരനെ ആ കാവടി കാണിച്ചു തരാന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ അതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ പുള്ളി ഇനി പോയിട്ട് ആ ഒരു സംഭവം എങ്ങനെയാണ് ഈ പറവക്കാവടി അതേപോലെയുള്ള സെറ്റപ്പുകളൊക്കെ പുള്ളി കാണിച്ചു തന്നെയാണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ആദ്യം നമുക്ക് കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഒരാളെ തൂക്കി 5 പേരെ കൂടെ തൂക്കാണ്ട്. ഇതാരെ നോക്കി സപ്പുറത്ത് നോക്കണത്. രണ്ടാമത്തെ പറവയും കയറിയാണ്. 3 പേരെ തൂക്കി. ഓക്കെ, അപ്പൊ ഇത് ആദ്യം കണ്ട സമയത്ത് എനിക്ക് ഇതിനോടൊന്നും പ്രത്യേകിച്ച് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ എനിക്ക് സെൽഫ് ഹാമിങ് ആയിട്ടുള്ള ഇപ്പൊ റിലീജിയനോടാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളോടാണെങ്കിലും അങ്ങനെ വലിയ യോജിപ്പൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നി. ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് തോന്നി. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. കാര്യം എനിക്ക് അതിനകത്ത് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിനകത്ത് വിശ്വസിച്ചു കൂടാ എന്നില്ല. ഇപ്പൊ ഒരാൾക്ക് അതിൽ നിന്ന് ഒരു വിശ്വാസത്തിൽ കൂടെ അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷനും അതേപോലെ അയാൾക്കൊരു സന്തോഷവും അയാൾക്കൊരു ബിലീഫൊക്കെ കിട്ടണമെങ്കിൽ അവരത് വിശ്വസിച്ചോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആരെങ്കിലും തിരുത്താനൊന്നും പോറില്ല. ദൈവമില്ല അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ തിരുത്താനൊന്നും പോറില്ല. എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം. അതായത് എനിക്ക് ഈ ഒരു ദൈവത്തിനകത്ത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവര് വിശ്വസിക്കണേൽ എനിക്ക് അങ്ങനെ വിഷയമൊന്നുമില്ല. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് ഈ കോൺട്രവേഴ്സി നടത്തണ ഈ ആൾക്കാരൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഇത് സെൽഫ് ഹാമിങ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെ എക്സ്ട്രീമിനകത്തേക്ക് ഒന്നും എനിക്ക് അങ്ങനെ വലിയ ഞാൻ അതിനെ സപ്പോർട്ടിങ് കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് അതിനകത്തൊരു അവരുടെ ശരീരത്തിനകത്ത് അവർക്ക് വേദനിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് വലിയ വിഷയമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ ഈ കാർത്തിക് സൂര്യനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിമർശിക്കാത്തതിന്റെ ഒരു കാര്യം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ ഈ കാര്യം ഞാൻ ഇപ്പൊ പുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ ഇപ്പൊ ഈ കാവടി ആണെങ്കിലും അതേപോലത്തെ പല കാര്യങ്ങളാണെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അതേപോലത്തെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അനുഭവിക്കുന്ന ഒരാളത് ചെയ്യുമ്പോൾ പുള്ളിക്ക് അതിനകത്ത് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണ് പുള്ളി പറയുന്നത്. അപ്പൊ അതെങ്ങനെ എനിക്കതൊരു അഭിനയമാണെന്നോ അല്ലെങ്കിൽ അതൊരു ഫേക്ക് ആണെന്നോ ഒക്കെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ കമന്റ് ഇടുന്ന പലരോടും എനിക്ക് ഇത് തന്നെ ചോദിക്കാനുള്ളത്. നമ്മൾ ആരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ കുറെ പേര് പറയുന്ന കുറെ കാര്യമുണ്ട്, റിലീജിയൻ കൊണ്ടേ ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ലേ. ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ പുള്ളിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്കും മിക്കവരും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്, അതായത് പിള്ളേരെ അനുകരിക്കില്ലേ, അതായത് കുട്ടികളൊക്കെ ഈ ഇത് കാണുമ്പോഴത്തേക്കും അതിനകത്തൊരു അനുകരണോ അങ്ങനെ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യൂലേ എന്നൊക്കെ കുറെ പേര് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഓരോ മതവും നിങ്ങൾ എടുത്ത് കളയേണ്ട വരും. എല്ലാ മതത്തിനകത്ത് ഈ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവരെ അടിച്ചേൽപ്പിക്കണാണ് ഈ മതം എന്ന് പറയുന്ന സാധനം അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കണാണ്. അങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ മതവും എടുത്ത് കളയേണ്ട വരും. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങളപ്പ ഇതിനകത്ത് കയറി അങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കാര്യം അങ്ങനെ നോക്കി എല്ലാ മതത്തിനകത്തും പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കുട്ടികൾ ഉറപ്പായിട്ട് ഇൻഫ്ലുവൻസ് ആവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ അതായത് നമ്മുടെ കാർത്തിക് സൂര്യന്റെ വീഡിയോന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകളുണ്ട്. അപ്പൊ ഈ ഒരു കമന്റ് എന്താ പറയണേ നോക്കണമെങ്കിൽ, അതായത് നിങ്ങളെ പോലെ ഒരു ഇൻഫ്ലുവൻസർ ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാൾ ഇതേപോലെ ഇപ്പൊ കാവടി സീരീസ് ആണെങ്കിലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളൊരു സൂപ്പർസ്റ്റിഷൻ ഇങ്ങനെ എല്ലാവരിലേക്കും പടർത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിക്കാണ് ഈ ഒരു കമന്റ് ഇട്ടേക്കണത്. അപ്പൊ ആ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അപ്പൊ ആ വിശ്വാസം അവരവരുടെ ഇഷ്ടമാണ്, അത് അവർ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഇപ്പൊ കാർത്തിക് സൂര്യയുടെ ഇഷ്ടമാണ്, പുള്ളിക്ക് എന്ത് വിശ്വാസം ഉണ്ടെന്ന്
അത് ആൾക്കാരെ കാണിക്കണോ വേണ്ടിയോ എന്നൊക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്. പിന്നെ പുള്ളി എന്ന് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുള്ളി അത് നാട്ടുകാരെ കാണിക്കുന്നു. അത് കാണാനായിട്ടാണല്ലോ ഇപ്പം ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇപ്പൊ കാവടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അവർക്ക് കാണണ്ടെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിനകത്ത് അങ്ങനെ ഈ കാർത്തിക് സൂര്യ ഇടുന്നതിനോടൊന്നും എനിക്ക് തെറ്റ് തോന്നിയില്ല. ഇപ്പൊ ഈ കമന്റിനോടും എനിക്ക് അങ്ങനെ വലിയ യോജിപ്പൊന്നുമില്ല. കാർത്തിക് സൂര്യ ടീം പ്ലീസ് ഡോണ്ട് റിമൂവ് നെഗറ്റീവ് കമന്റ്സ്, ദർ ഷുഡ് ബി ഡിസ്കഷൻ ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമന്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ കാർത്തിക് സൂര്യയുടെ വീഡിയോന്റെ ഒരു കമന്റ് സെക്ഷൻ നമ്മൾ എടുത്തു നോക്കണമെങ്കിൽ അതിനകത്ത് അധികം നെഗറ്റീവ് കമന്റ്സ് ഒന്നും കാണാൻ പറ്റൂല. അപ്പൊ എനിക്ക് തോന്നണതെന്ന് പറഞ്ഞാൽ ഇവരെ ടീം അത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കമന്റ് ഇട്ടേക്കണ പുള്ളിക്കാരനും പറയണത് അത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ടീം റിമൂവ് ചെയ്യല്ലേ എന്ന് പറ. കാര്യം ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ അധികം നെഗറ്റിവിറ്റി പുള്ളിക്കാരൻ്റെ വീഡിയോന്റെ അടിയിൽ കൊണ്ടുവരാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പുള്ളി ചിലപ്പോൾ റിമൂവ് ചെയ്യണത്. എന്നാലും പക്ഷെ ഒരു മാതിരിപ്പെട്ട നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇരിക്കണം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ഇപ്പൊ ഇങ്ങനെ എടുത്തു കളയുന്നത് അത് പുള്ളിയുടെ ഇഷ്ടമാണ്. കാർത്തിക് ഇന്ന് വരെയുള്ള എല്ലാ കാവടി വീഡിയോകളും കണ്ടു. സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയി ഇട്ടാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെയും കുറച്ച് പേര് ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ഈ എല്ലാ വീഡിയോകളും ഇങ്ങനെ സീരീസ് ആയിട്ട് ഇറക്കാണ്ട് പുള്ളിക്കാരൻ ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങ് ഇറക്കിയാൽ പോരെ എന്ന് ഒരു വീഡിയോയും കമന്റ് ഞാൻ കണ്ട്. അപ്പൊ ഇങ്ങനത്തെ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇഷ്ടമാണ്. പുള്ളിയുടെ വീഡിയോ എങ്ങനെ ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒറ്റ വീഡിയോ ഇടുന്നതിനേക്കാളും പുള്ളിക്ക് ഇഷ്ടം പുള്ളിക്കാരനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറും പിന്നെ ഈ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ്റെ ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ ഡെയിലി ലൈഫിനകത്ത് കിടക്കുന്ന ഓരോ കാര്യങ്ങളും പുള്ളിക്കാരന് ഇടാൻ തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇട്ടു. അടുത്ത കമന്റ്, ഓരോ കോമഡി ട്രാൻസ് സീരീസ് ഗോയിങ് ഓൺ ഡെയർ ടു ഡ്രീം എന്ന് പറഞ്ഞിട്ടൊരു കമന്റ്. അപ്പൊ ഇതും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരാളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അയാളുടെ മാത്രം വിശ്വാസമായിരിക്കും, ബാക്കിയുള്ളവർക്ക് അത് വെറും കോമഡി ആയിരിക്കും. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ വിശ്വാസവും, അതായത് ഇപ്പൊ ദൈവവിശ്വാസം മാത്രമല്ല നമുക്കുള്ള വേറെ പല വിശ്വാസങ്ങളും നമ്മൾ നാട്ടുകാരെയോ അല്ലെങ്കിൽ ഇപ്പൊ ജനങ്ങളോടൊക്കെ പറയണ സമയത്ത് അവർക്കത് കോമഡി ആയിരിക്കും. നമ്മളപ്പോ അതിനകത്ത് കിടന്ന് അങ്ങനെ വലിയ ബോധർ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് എനിക്ക് പറയാം. ബ്രോ വെന്റ് ഇൻ ടു അമ്മാവൻ വൈബ് ആൻഡ് ബിക്കമിങ് എ വസന്തം, കീപ് ഇറ്റ് അപ്പ് ബ്രോ ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ കണ്ട്. അപ്പൊ ഇങ്ങനെ പറയണവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കണമെങ്കിൽ വിശ്വസിക്കണ എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഒരുമാതിരി അമ്മാവനാണെന്ന് പറയേണ്ട വരും. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റണം? അവരവർ ഇഷ്ടമല്ലേ അവരൊരു വിശ്വസിക്കണോ വേണ്ടയോ? അപ്പൊ വിശ്വസിക്കണ എല്ലാവരും അമ്മാവന്മാര്. ഇപ്പോഴത്തെ എനിക്ക് തലമുറയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നത്. കാര്യം ഇപ്പോഴത്തെ തലമുറയിനകത്തുള്ള അതായത് പുതിയ ന്യൂജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ഫുള്ള്. എല്ലാവരും ഈ എത്തീസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ആ ന്യൂ ജനറേഷൻ ആവുള്ളൂ. റിലീജൻ ഉണ്ടെങ്കിൽ നിങ്ങളപ്പത്തേക്ക് അങ്ങോട്ട് ഒരു അമ്മാവനായി അങ്ങനെയൊക്കെ ചിന്തിക്കണതിനോടും എനിക്ക് അങ്ങനെ വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവരവരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ എന്റെ ഇഷ്ടമാണ് എനിക്കൊന്നിനും വിശ്വസിക്കാണ്ടിരിക്കണതും എന്റെ ഇഷ്ടമാണ്. അതേപോലെ ഞാൻ എന്തെങ്കിലും വിശ്വസിക്കണോ എന്നുള്ളതും എന്റെ ഇഷ്ടമാണ്. അതേപോലെ കാർത്തിക് സൂര്യയുടെ ഇഷ്ടമല്ലേ പുള്ളി വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയാണ് എനിക്ക് പറയാൻ തോന്നിയത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.